നീൽ ആദ്യം കെട്ടിയ താലി എന്റെ കഴുത്തിലാണ് വീണത്. അതുകൊണ്ട് തന്നെ നീലിനെ പോയി കൊണ്ടുവരാൻ സ്വാതിയെക്കാളും അവകാശം എനിക്കുണ്ട്. അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. നീലിന്റെ മേലെ അവകാശമുള്ളത് സ്വാതിക്ക് മാത്രമാണ്. സ്വാതി തെറ്റ് ചെയ്തതിൽ അവളോട് എനിക്കും വിരോധമുണ്ട് എന്ന് കരുതി അവന്റെ ജീവിതത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കാമെന്ന് നീ വിചാരിക്കണ്ട. എന്നെ തടയാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ ഈ ഗാന്ധർവ വിവാഹത്തിന്റെ കഥ മാത്രമല്ല, മറ്റു പലതും പുറംലോകം അറിയും. നാണം കെടും. നീലെന്ന സെലിബ്രിറ്റിയായ മകനെ നാളെ ആളുകൾ പുച്ഛിക്കും. സോഷ്യൽ മീഡിയയിൽ അപഹസിക്കപ്പെടും. അത് വേണ്ടെങ്കിൽ എന്നെ തടയരുത്. നീലിനെ ഞാൻ കൊണ്ടുവരും. ഇവൾക്കിത് എന്തിന്റെ അസുഖമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരാൻ ഇവൾ ആരാ? എന്നിട്ട് അവള് പറഞ്ഞത് കേട്ട് ഏട്ടത്തി മിണ്ടാതിരിക്കുന്നു അല്ലേ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടന്റെ ജീവിതം മുഴുവൻ തകർത്തത് ഞാനാണെന്നല്ലേ ഇപ്പൊ എല്ലാരും പറയുന്നേ? ചെന്ന് വിളിക്കാനോ, ഈ രാത്രി അവൾ ഏട്ടനെ വിളിക്കാൻ പോകുന്നത് തടയാനോ ധൈര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ എത്ര വിളിച്ചാലും ഏട്ടൻ എന്റെ ഒപ്പം വരില്ല. കിട്ടിയ അവസരം മുതലാക്കി വേദ എന്തായാലും പോവും. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഏട്ടനെ വിളിക്കാൻ ചെന്നിട്ട് അവസാനം ഏട്ടൻ അവളുടെ ഒപ്പം കാറി കയറി പോയാ വീണ്ടും ഞാൻ അപമാനിക്കപ്പെടില്ലേ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നന്ദിനി. അതുകൊണ്ടാ ഞാൻ പോവാതിരുന്നത്. ഓ കുന്തം! എന്റെ പൊന്നേട്ടത്തി, ഇതിപ്പോ കേറാനിരുന്ന കൊരങ്ങിന് ഏണി വെച്ച് കൊടുക്കുന്ന പോലത്തെ പണിയാ ഏട്ടത്തി ചെയ്തത്. ഇവിടെ അവള് തന്നെ ജയിക്കും. എല്ലാവരുടെ മുന്നിലൂടെ ഏട്ടന്റെ തോളിൽ കൈയിട്ട് ഏട്ടനെ താങ്ങി പിടിച്ച് അവൾ ഈ വീട്ടിനകത്ത് കയറി വരുന്ന കാഴ്ച നമ്മൾ തന്നെ കാണേണ്ടി വരും. എന്നിട്ട് ഏട്ടത്തിയുടെ മുഖത്ത് നോക്കി അവൾ ചിരിക്കും. അതിനുള്ള അവസരം ഏട്ടത്തി അവൾക്ക് കൊടുത്തത് തെറ്റായി പോയി. ഏട്ടത്തി ഇവിടെ വിട്ടുകൊടുത്ത അവൾ ഏട്ടത്തിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തും. പിന്നെ ഒരിക്കലും തിരിച്ചു കയറി വരാൻ ഏട്ടത്തിക്ക് കഴിയില്ല. ഏട്ടത്തി വിളിച്ച ഏട്ടൻ വന്നില്ലെങ്കിൽ ബലമായിട്ട് പിടിച്ചോണ്ട് വരണം. അതിന് ഏട്ടത്തിക്ക് കഴിയില്ലേ? ഏട്ടത്തി എന്താ ഒന്നും മിണ്ടാത്തത്? കഴിയും. എന്റെ ഏട്ടനെ വിളിച്ചോണ്ട് വരാൻ എനിക്ക് കഴിയും. ദാ ഈ താലിയുടെ ബലം മാത്രം മതി എനിക്കതിന്. നീലേ പൊട്ടനാകാനൊന്നും വിചാരിക്കണ്ട. എഴുന്നേക്ക്. അതിനാലും പൊട്ടനാകാനും നോക്കണ്ട. എന്റെ കർത്താവേ, ഒരു രക്ഷയില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കുറച്ച് കഴിച്ചാ മതി. പറഞ്ഞാ കേക്കണ്ടേ? എടാ മോനെ, നീ എണീക്കടാ. ബോബിച്ചായനാ വിളിക്കുന്നത്. കർത്താവേ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഭാഗ്യം ആ വേദക്കൊച്ചാ വിളിക്കുന്നത്. ഹലോ മോളെ. ഹലോ ബോബിച്ചായ, നീലെവിടെ? ഉണർന്നോ? എവിടെ? ദാണ്ട ചത്ത പോലെ കിടക്കുന്നു. കൊച്ചൊന്ന് വേഗം വാ. ആ, ഞാൻ എത്താറായി ബോബിച്ചായ. പിന്നെ ഞാനല്ലാതെ ആര് വന്നാലും ബോബിച്ചായൻ അവരുടെ കൂടെ നീലിനെ വിടരുത്, മനസ്സിലായോ? അതാരാ വേറെ ആളുകള്? ഓ മനസ്സിലായി. ആ സ്വാതിയുടെ കാര്യല്ലേ മോൾ ഉദ്ദേശിച്ചത്? ആ, അത് തന്നെയാ. ആഹാ, അതൊക്കെ ഞാൻ ഏറ്റു. ആ സ്വാതി വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കുകയില്ല. അതുപോലെ അത് മതി, ഞാൻ ഇപ്പൊ എത്തും. ആ ശരി മോളെ. എന്റെ കർത്താവേ, എന്നാലും ഇത് മുടിഞ്ഞ കുടിയായി പോയി. എണീക്ക് എണീലേ.
ബോബിച്ചായയും കൊണ്ട് എനിക്ക് സ്വാതിയുടെ മുൻപിൽ തന്നെ ചെന്നിറങ്ങണം. അതിന്റെ ഒരു ത്രില്ല് ഒന്ന് വേറെ തന്നെയാ. എന്തോ പറയാനാന്ന് പറ. കൂടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൂച്ച. ആ കൊച്ചിങ്ങി വന്നാ മതിയായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. എനിക്ക് പൂച്ച ഓരോരുത്തരെ ഞാൻ വെറുതെ വിടൂല. ഓ എന്തായാലും കഷ്ടമായി പോയി. എടാ നീലേ, എടാ ഒന്ന് എണീക്കടാ. ഓ ഇത് വലിയ കുരിശായല്ലോ. ആ കൊച്ചിനെയും കാണാനില്ലല്ലോ. എടാ നീലേ, എഴുന്നേക്കടാ. പൂച്ച എന്തു പറ്റി ബോബിച്ചായ? എന്റെ കൊച്ചായ, എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനമായത്. എന്തിനാ ബോബിച്ചായ ഇങ്ങനെ കുടിക്കാൻ സമ്മതിച്ചത്? കുടിപ്പിച്ചതാണോ? ആര്? ചുമ്മാ രണ്ടെണ്ണം വീശപ്പോഴേക്ക് ആള് ദേ ഈ പരുവത്തിലായി. കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ കേക്കണ്ടേ. എത്രയും വേഗം കൊച്ചിയാളെ ഒന്ന് കൊണ്ടുപോകാൻ നോക്കും. ആ ബോബിച്ചായനൊന്ന് പിടിച്ചേ. ആ നീലേ, തൊട്ടു പോരുത്. അല്ല ആര്? സ്വാതി മോളോ? അതെ, സ്വാതി തന്നെയാ. അങ്ങനെ എന്റെ ഏട്ടനെ താൻ ഇവിടെ കുടിപ്പിച്ച് കിടത്തിയിട്ട് ഇവളെ വിളിച്ച് കാറി കയറ്റി വിടാന്ന് താൻ വിചാരിച്ചോ? ഒരു ദിവസം താൻ ഇവൾക്ക് വേണ്ടി ആ പണി ചെയ്തു. ഇനി അത് വേണ്ട. എന്റെ ഭർത്താവിനെ കൊണ്ടുപോവാനേ എനിക്കറിയാം. ഇനി ഇമ്മാതിരി തറക്കളി നീ എടുത്താലുണ്ടല്ലോ, ഈ സ്വാതിയുടെ കൈയുടെ കരുത്ത് നീ അറിയും. മാറി നിക്കടി. ഓഹോ, അങ്ങനെ ഒറ്റയ്ക്ക് നീലിനെ നീ കൊണ്ടുപോകുന്നെങ്കി അതെനിക്കൊന്ന് കാണണം. ബോബിച്ചായ ആരും തൊടണ്ട, അവള് തന്നെ എടുത്തോണ്ട് പോയിക്കോട്ടെ. എടുത്തോണ്ട് പോടി. ഒന്ന് പോടി. ഇതേ സ്വാതിയാ. എന്നെ വെല്ലുവിളിക്കാൻ നീ ഇനിയും വളർന്നിട്ടില്ല. കേട്ടോടി വേദ. പതുക്കെ പൂച്ച സൂക്ഷിച്ച്. ഓ കൊച്ചു വന്നത് വെറുതെ ആയിപ്പോയല്ലോ. ഒന്നും വെറുതെ ആയില്ല ബോബിച്ചായ. എല്ലാം കണക്ക് കൂട്ടി തന്നെയുള്ള കളികളാ ഈ വേദ നടത്തുന്നത്. ഒന്നും പാഴാവില്ല. ഏട്ടാ വീടെത്തി. ഇറങ്ങ. ഏട്ടാ വീടെത്തി. ഏട്ടാ ഇറങ്ങാൻ. വീടെത്തിന്ന്. ഏട്ടാ ഇറങ്ങ. നീ പോടി. ഏട്ടാ വീടെത്തിന്ന്. ഏട്ടാ ഏട്ടത്തി. ഏട്ടാ ഇറങ്ങ്. ഏട്ടാ ഇറങ്ങ്. എവിടെ എത്തിന്നാ പറഞ്ഞേ? സ്വന്തം വീട്ടിൽ തന്നെ എത്തിയത്. ഇങ്ങോട്ട് ഇറങ്ങി. ഏട്ടത്തി ഒന്ന് പിടിച്ച്. വാ ഏട്ടാ. സൂക്ഷിച്ച്. അയ്യോ പതുക്കെ. അതെ വേണ്ട, പതുക്കെ. എന്റെ കൈയുടെ വേണ്ട, കുഴപ്പമില്ല. അല്ലടി മോളെ, ഇവനെ കൊണ്ടുവരാൻ വേണ്ടി പോയ വേദ എവിടെയാ? ആ ആർക്കറിയാം. അല്ല, ഇനി ഇവളെ വേദ എങ്ങനെ ഇടിച്ച് പഞ്ചറാക്കിയെന്തോ. ഏട്ടാ എന്ത് തോന്നിയോസാണ് നീ കാണിക്കുന്നേ? അച്ഛാ മേലാൽ ഇത് ആവർത്തിച്ചാല് സ്വാതി പിന്നെ പിടിച്ചകത്തുണ്ടോ? സ്വാതിയോ? എവിടെ? നീയാണോ എന്നെ കൊണ്ടുവന്നത്? ഏട്ടാ മാറിക്കോ. എടാ അഹങ്കാരം കാണിക്കരുത്. നല്ല അടി വാങ്ങിക്കും നീ. അയ്യോ പൂത്തുപോലെ വളർന്നൊന്നും ഞാൻ നോക്കില്ല. പിടിച്ചോണ്ട് പോവാനകത്ത്. വേണം, എന്നെ ആരും പിടിക്കണ്ട. എനിക്കറിയാം പോവാൻ. ഞാൻ ഏട്ടാ പോയിക്കോളാം. പതുക്കെ. പോണ പോക്ക് കണ്ടില്ലേ? ആ എടേ, അങ്ങനെ മണ്ടനാക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് പോവാൻ അറിയെങ്കിൽ വരാനും അറിയാം. അയ്യോ ഇതാര്? മത്സ്യദേവതയോ? അതാ ആരെയും അങ്ങോട്ട്. ഓ ഷോ, ഈ കൊച്ചന്റെ ജീവിതം ഇങ്ങനെയായി പോയത്. ഷോ, എങ്ങനെ നടന്നൊരു കൊച്ചനാ. എന്നാലും എന്റെ മഹേഷ് ഏട്ടാ മതി, നിർത്ത്.
മതി നിർത്തിയെന്നേ. നിക്കടി അവിടെ. നീ ഒറ്റ ഒരുത്തിയ ഈ നാശത്തിനെല്ലാം കാരണം അല്ലേ? ഇനിയെങ്കിലും ആ കൊച്ചനെ വെറുതെ വിട്ടൂടെ നിനക്ക്? അതെങ്ങനെയാ? യക്ഷിയല്ലേ ഇവള്? നീലിന്റെ ചോര കുടിക്കാൻ ജന്മമെടുത്ത രക്തരക്ഷസ്. അവന്റെ ജീവൻ എടുത്തിട്ട് ഇവള് അടങ്ങും. എന്താ അല്ലേ? മാറി നിക്കടി. നിന്നോടല്ലേ പറഞ്ഞത് മാറി നിക്കാൻ? നിങ്ങളുടെ അടുത്ത് എന്താ പ്രത്യേകം പറയണോ? മാറിയല്ലോ, പൊയ്ക്കോ. വേദന വണ്ടിയില്ലേ വന്ന്? വാ നോക്കാം. വേദേ, നീ എന്തിനാ നീലിനെ അവളുടെ കൂടെ വിടാൻ സമ്മതിച്ചത്? ഞാൻ സമ്മതിച്ചല്ലോ. അവള് ബലമായിട്ട് കൊണ്ടുപോകുന്നല്ലേ. എന്നിട്ട് നീലെവിടെ? മുകളിലേക്ക് ആടിയാടി പോയിട്ടുണ്ട്. വാ വാ അമ്മേ. You cheat? കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ പോവാൻ കുറുനിലയ്ക്കാകുമോ? തൊട്ടു തൊട്ടു കരയുന്ന കരയെ പിരിയാൻ കടലിന്റെ കരളിനാകുമോ? നിന്നിലെന്നും നിറയും എന്നെ ഇനി മറക്കാൻ
നിന്റെ കനവുകൾക്കാകുമോ? എന്തിനാണിന്നു നിന്നോല മനസ്സിൽ അകലാനുള്ളൊരു ഭാവം, എന്നെ പിരിയാനുള്ള വിചാരം? കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ പൂവാങ്കുരുന്നിലയ്ക്കാകുമോ? തൊട്ട് തൊട്ട് കരയുന്ന കരയെ പിരിയാൻ കടലിന്റെ കരളിനാകുമോ? ഏട്ടാ, ഏട്ടാ, എന്നോട് ക്ഷമിക്കണം ഏട്ടാ. തൊട്ട് പോരുത്. ദേ, മര്യാദയ്ക്ക് എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോളാം. എന്റെ മനസ്സിലോ ഈ മുറിയിലോ നിനക്കിനി സ്ഥാനമില്ല. ഞാൻ പിന്നെ എവിടെ പോവും? ഈ ലോകത്ത് എനിക്ക് ആകെ ഉള്ളത് എന്റെ ഏട്ടൻ മാത്രമാ. എന്നിട്ടാണോടി ആ എന്നോട് നീതി ചെയ്തേ? എന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് പിന്നെയും പിന്നെയും എന്റെ മുന്നിൽ വന്നിങ്ങനെ അഭിനയിക്കാൻ നിനക്ക് നാണമില്ലേ? മര്യാദയ്ക്ക് ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോ. ഏട്ടാ, എനിക്ക് പറ്റിയ തെറ്റിന് ഏട്ടൻ തരുന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളാം. എന്നാലും ഏട്ടന്റെ മനസ്സിൽ നിന്ന് എന്നെ ഇറക്കി വിടല്ലേ ഏട്ടാ. ഈ വീടും ഏട്ടനും അല്ലാതെ എനിക്ക് മറ്റാരാ ഉള്ളത്? ഏട്ടൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ട പോകാൻ എനിക്ക് മറ്റൊരിടം ഇല്ല. അതൊന്നും എനിക്ക് അറിയണ്ട. നീ ഇപ്പൊ എന്റെ മുന്നിൽ ചതിയുടെയും കളവിന്റെ ഒരു പ്രതിരൂപം മാത്രമാ. അപ്രതീക്ഷിതമായ ഒരു ദിവസം എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നവളാ നീ. എന്നിട്ട് നിന്നെ ഞാൻ സ്നേഹിച്ചത് എന്റെ ജീവനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവളായിട്ടാ. ആ എന്നോടാ ഇപ്പൊ ഈ ചതി ചെയ്തേ. ഇനി നിനക്ക് മാപ്പ് തരാൻ ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനോ സന്യാസിയോ ഒന്നും അല്ല. വെറും ഒരു മനുഷ്യനാ. പച്ചയായ ഒരു മനുഷ്യൻ, സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ള വെറും ഒരു മനുഷ്യൻ. അതൊക്കെ ഒരു കള്ളം കൊണ്ട് തകർത്ത നിന്നെ ഇനി ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇറങ്ങണി പുറത്ത്. ഏട്ടന്റെ ഒപ്പം വന്നിട്ട് ഇതുവരെ ഇതല്ലാതെ മറ്റൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇനി എന്തിനാണ് ഈ വേറൊരു തെറ്റ് ചെയ്യുന്നത്? ഇത് മാത്രം മതിയല്ലോ. പോയില്ലേ, എല്ലാം പോയില്ലേ. ആഗ്രഹിച്ചതും കിനാവ് കണ്ടതുമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കിയില്ലേ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും എന്റെ ജീവിതത്തിൽ സ്വാതി വേണ്ട. അതുകൊണ്ട് ഒരു മുറിയിലുള്ള താമസം നമുക്ക് ഇന്നത്തോടെ അവസാനിപ്പിക്കാം. ഏട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ഭ്രാന്ത്. എനിക്ക് ഭ്രാന്താണെന്ന് വേണമെങ്കിൽ നിനക്ക് പറയാം. പക്ഷേ ഈ ഭ്രാന്തിലെ ഇനി നീലിന് ജീവിക്കാൻ പറ്റൂ. ഇറങ്ങിപ്പോടി മുറിയുന്ന. ഇറങ്ങിപ്പോവാൻ. ഇല്ല, ഞാൻ പോവില്ല. എന്റെ ഏട്ടനെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ഗിരി, ഗിരി. അല്ലെങ്കിൽ വേണ്ട, നീ പോണ്ട. പകരം ഞാൻ ഈ റൂമിൽ നിന്ന് പൊയ്ക്കോളാം. അപ്പോ നിനക്ക് സമാധാനമാവല്ലോ. ഏട്ടാ,
ഏട്ടാ ഞാൻ നീ ഒന്നും പറയുന്നത് പറയണ്ട. കേക്ക് ഏട്ടാ. ഏട്ടാ നീ ഒന്നും പറയണ്ട. ഏട്ടാ, എന്തായി കാണിക്കുന്നേ? ഏട്ടാ ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക് പറയുന്നൊന്നും ഏട്ടാ, എനിക്ക് please. കേൾക്കണ്ട. ഏട്ടാ നീ മുറിയെന്ന് ഇങ്ങോട്ട് പോവാരുത്. ഞാൻ പോയിക്കോളാം. വേണ്ട, ഈ റൂമിൽ നിന്ന് പോകണ്ട ഞാനാ. നിന്റെ ഓർമ്മകളുള്ള ഈ മുറിയില് ഇനി ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ല. ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഞാൻ പോയിക്കോളാം. വേണ്ട. ഏട്ടാ പ്ലീസ് ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക് ഏട്ടാ. പോലെ പ്ലീസ്. ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കേട്ടാ പ്ലീസ്. ഏട്ടാ ഞാൻ വേണമെങ്കിൽ ഏട്ടന്റെ കാല് പിടിക്കാം ഏട്ടാ പ്ലീസ്. Stop it. ഏട്ടാ പ്ലീസ് ഏട്ടാ. ഏട്ടാ ഏട്ടാ ഞാൻ പറയുന്നേ കേട്ടാ. ഏട്ടാ പ്ലീസ് ഏട്ടാ. നീ തനിയിരുന്ന് ഇവിടുന്ന് എന്താന്ന് വെച്ചാ പറഞ്ഞു. ഗുഡ് ബൈ.